നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുമ്പാണ് അലിയിൽ നിന്ന് രാമനിലേക്ക് എന്നൊരു പരമ്പര ഞാൻ തുടങ്ങുന്നു എന്ന് അനൗൺസ് ചെയ്തത്. അത് രാംസ് വ്യൂസ് എന്ന യൂട്യൂബ് ചാനലായിരുന്നു. പിന്നീട് രാംസ് വ്യൂസ് ഒരു ദിവസം പെട്ടെന്ന് കട്ടാവുകയാണ്. ഒരു കാരണവുമില്ലാതെ അത് കട്ടായതാണോ കട്ടാക്കിയതാണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ പുറകെയൊന്നും സാധാരണ ഈ ഗതിയിൽ നമുക്ക് ചെയ്യാവുന്നത് മെയിൽ അയക്കുക എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അത് തിരിച്ചു വന്നില്ല. അത് കാരണമാണ് നമ്മുടെ പഴയ ചാനൽ മമധർമ്മയിൽ തന്നെ ആവട്ടെ എന്ന്. ഇനി മമധർമ്മയും ലോക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത ചാനൽ വരും. നമുക്കങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ. ഇനി യൂട്യൂബ് ഇല്ലെങ്കിൽ വാട്സപ്പ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക്, എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, എവിടെയെങ്കിലും നമ്മൾ ഉണ്ടാകും. ലോകത്ത് പല മീഡിയാസ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു മീഡിയാസ് അതുണ്ടാവും. അതല്ലെങ്കിൽ ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കും നമ്മളെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ തോറ്റു പോകുന്ന ആൾക്കാരുമല്ല നാം. എന്തായാലും ശരി, എന്താണ് അലിയിൽ നിന്ന് രാമനിലേക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കുരു പൊട്ടിയത്. പകരം രാമനിൽ നിന്ന് അലിയിലേക്ക് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ പൂത്തിരി അങ്ങ് പൊട്ടിച്ചിതറുമായിരുന്നു പലയിടങ്ങളിലും. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. രാമനിൽ നിന്ന് അലിയിലേക്ക് വന്നാൽ പൂച്ചെണ്ട്, ഹാരം, എല്ലാവിധ സൗകര്യങ്ങളും, സന്തോഷം, ആരെങ്കിലും ഉപദ്രവിച്ചാൽ സഹായിക്കാൻ കോടതിയിൽ ഉന്നത വക്കീലന്മാരെത്തും. ഇങ്ങനെ നമ്മൾ കണ്ടതാണ്. അന്യമതസ്ഥയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ അവർ ഗർഭാപ്പസി നടത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളും പിരിവുകളും ഒക്കെ ഈ കൊച്ചു കേരളത്തിൽ നമ്മളെല്ലാം കണ്ടതാണ്. ഇന്നും തർക്കം തീർന്നിട്ടില്ല. ലവ് ജിഹാദ് ഉണ്ടോ, ലവ് ജിഹാദ് ഇല്ലേ? ലവ് ജിഹാദിനെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച വിട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്നു. അതിന് ഒരാളും മറുപടി പറഞ്ഞില്ല. സാധാരണഗതിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട അതിൻ്റെ അടിയിൽ വന്ന് തെറി വിളിച്ച് ബഹളം വയ്ക്കുന്ന ഒരാളെയും കൃത്യമായിട്ട് അനുഭവ സാക്ഷ്യത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാളും അടിയിൽ വന്ന് മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ചിലത് അവർ ഭയപ്പെടുന്നുണ്ട്, സത്യത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരുവൻ തൻ്റെ മതം വിട്ടുപോയാൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതം വിട്ടുപോയി കഴിഞ്ഞാൽ കൊന്നുകളയുക എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ശാസ്ത്രം. യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൈയും കാലൊക്കെ വെട്ടി കൊന്നുകളയുക മതത്തിൻ്റെ ശാസനയാണ്. അത് ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതാണ്. തന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവനെ ജീവനോടെ വെക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ആ ഭരണഘടനയ്ക്കും പലരും സഹായിക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ജോസഫ് മാഷ പോലെ ആൾക്കാരുടെ കൈ വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നീട് കണ്ട എന്താണെന്ന് നമുക്കറിയാം. അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാനും ഒക്കെ രാഷ്ട്രീയക്കാരടക്കം ഒരുപാട് പേര് വന്നു. മതത്തിൻ്റെ അന്ധതയിൽ ജീവിക്കുന്ന ഒരു സമൂഹം ആ അവരുടെ മതശാസനകൾ നടപ്പിലാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തും പോരാടുന്ന പോരാളികളുള്ള ആ മതം ശത്രുതയോടുകൂടി തന്നെയാണ് തന്നിൽ നിന്ന് വിട്ടുപോയവനെ കാണുക. ഞാൻ എന്നാണോ രാമസിംഹനായത് അന്ന് മുതലാണ് എൻ്റെ കീഴ വന്ന് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പ്രതികരിക്കുന്ന സമൂഹമുണ്ടായത്. അത് ആ സമൂഹത്തിൻ്റെ സംസ്കാരമാണ്. നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ല. അതവരുടെ മതബോധമാണ്. ആ മതബോധത്തെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ലോകം അവസാനിക്കുന്നത് വരെയും
അത് തുടർന്നു കൊണ്ടേയിരിക്കും. എന്തായാലും ശരി, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല, അതങ്ങനെ പൊക്കോട്ടെ. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഇസ്ലാമിൽ ജനിച്ച് ഇപ്പോൾ ഹിന്ദുവായി മാറിയ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറയാനുള്ള അവകാശം എനിക്ക് ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ രാമനായി എന്ന് പറയാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. ഇപ്പം ദൈവമുണ്ടോ, എൻ്റെ ദൈവം മാത്രം വലുത് എന്ന് പറയാനുള്ള അവകാശവും ഭരണഘടന തന്നു. അതേപോലെ തന്നെ നിന്റെ മതം ചെറുത് എന്ന് പറയാനുള്ളതും അവകാശം ഭരണഘടന തന്നിട്ടുണ്ട്. പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. ആ ഒരു ഭരണഘടന തരുന്ന അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അവകാശത്തിൻ്റെ പിൻബലത്തിൽ നിന്നാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഏത് സമയവും എൻ്റെ നേർക്കുയരാവുന്ന വാളിനെ, ബോംബിനെ ഒന്നും മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളുന്നത്, പുസ്തകങ്ങളിൽ നിന്നല്ല. പുസ്തകം തൻ്റെ അറിവല്ല, അത് മറ്റുള്ള ഒരാൾ അറിഞ്ഞ് നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. എന്നാൽ അതിനേക്കാളും എപ്പോഴും മികച്ചു നിൽക്കുന്നത് സ്വന്തം അനുഭവം നൽകുന്ന പാഠങ്ങളാണ്. അവനവൻ അനുഭവിച്ച പാഠങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാഠം. ആ പാഠത്തിൽ നിന്നാണ് ഒരു വ്യക്തി എങ്ങനെ ഞാൻ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത്, പുസ്തകങ്ങളിലൂടെ അല്ല നാം. എന്നാൽ ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനും ആ വ്യക്തിയെ വേണമെങ്കിൽ നന്നാക്കാനും പ്യൂരിഫൈ ചെയ്യാനും സഹായകരമാണ്. ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് ഉപരിയായിട്ട് ഒരു ഗ്രന്ഥവും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തെ അളക്കാവുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വത്വത്തെ തിരിച്ചറിയാനുള്ള ഗ്രന്ഥങ്ങൾ നമുക്കാവാം. അതേ മറിച്ച് നിനക്കൊരു സ്വത്വവുമില്ല, നീ എൻ്റെ അടിമയാണ്, ഈ ഗ്രന്ഥങ്ങളിലെ വാക്കുകൾക്കപ്പുറം നിനക്കൊരു ജീവിതവുമില്ല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്താശക്തിയെ കെട്ടിയിട്ടുകൊണ്ട് അയാളെ വശംവദനാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഒരു ഗ്രന്ഥം പറയുന്നു, നീ ഇതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ പാടില്ല, നീ ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല, നീ എക്കാലവും ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഇതിലെ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. നിന്റെ അവസാനത്തെ ശ്വാസം വരെയും, അതുവരെയും നിന്റെ മസ്തിഷ്കത്തെ നീ ഉപയോഗിക്കാൻ പാടില്ല. അറിയാനുള്ള അവകാശത്തെ നീ ഉപയോഗിക്കാൻ പാടില്ല. അത്തരം ഒരു വിശ്വാസത്തിൻ്റെ നടുക്കാണ് ഞാൻ പിറന്നു വീണത്. 1963 ഫെബ്രുവരി മാസം 20-ാം തീയതി എൻ്റെ പിതാവ് ഒരു കൊച്ചു ഡയറിയിൽ എഴുതി, ഇന്ന് രാവിലെ 5:30 പൂരാടം നക്ഷത്രത്തിൽ അലി അക്ബർ ഭൂജാതനായി. അലി അക്ബർ ഭൂജാതനായി. നല്ല വാക്ക. ഞാൻ ആ ഡയറിയിൽ നിന്നാണ് എൻ്റെ ജനിച്ച സമയവും കാര്യങ്ങളും. പക്ഷെ അതിൽ രസകരമായിട്ട് തോന്നുന്നത് പൂരാടം നക്ഷത്രത്തിൽ എന്ന് അദ്ദേഹം എഴുതിയിരുന്നു, എൻ്റെ പിതാവ് എഴുതിയിരുന്നു. ഈ പൂരാടം നക്ഷത്രം ഒരു മുസൽമാൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കാര്യമല്ല. പക്ഷെ എൻ്റെ പിതാവിൻ്റെ കയ്യക്ഷരത്തിൽ ആ പൂരാടം നക്ഷത്രം എന്ന വാക്ക് എഴുതിയിരുന്നു. അതൊരു പൂർവികതയിലേക്കുള്ള വാക്കായിട്ട് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, ഒരു മുസൽമാനായി ജനിക്കുമ്പോൾ മുസൽമാനായിട്ട് ജനിക്കുന്നില്ല, മുസൽമാനാവണം. അത് വേറെ ഒരു ഓത്ത് നടത്തിയാൽ മാത്രമേ
മുസൽമാനാവുകയുള്ളൂ. എന്തായാലും ജനിച്ചു കഴിഞ്ഞപ്പോൾ തുടച്ച് വൃത്തിയാക്കി മറോട് ചേർത്ത് എൻ്റെ വലത്തെ ചെവിയിൽ എൻ്റെ പിതാവ് പറഞ്ഞു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാകുന്നു, അള്ളാഹു വലിയവനാകുന്നു. ഇടത്തെ ചെവിയിലും അത് പറഞ്ഞു. അങ്ങനെ നീ ഒരു മുസൽമാനാണെന്ന് ജനിച്ച ഉടനെ എൻ്റെ ബോധതലത്തിൽ ആദ്യമായി മന്ത്രിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് സ്വാമിജിയെ കണ്ടപ്പോൾ ഇതേപോലെ വല്ലതും ഹിന്ദുക്കൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ പലർക്കും പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നും ഹിന്ദുക്കൾക്ക് ഇല്ല. പക്ഷേ സ്വാമിജിയോട് ചോദിച്ചപ്പോൾ, ചിദാനന്ദപുരി സ്വാമിജിയോട് ചോദിച്ചപ്പോൾ സ്വാമിജി എനിക്കൊരു പുസ്തകം എടുത്തു തന്നു, ഹൈന്ദവന്റെ 16 സംസ്കാരങ്ങളെക്കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് പിറന്ന വീണ ഉടനെ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തിട്ട് വലത്തെ ചെവിയിൽ വേദോസീതി എന്നാണ് തോന്നുന്നു ആ വാക്ക്, മകനെ മകളെ നീ വേദത്തിൻ്റെ സന്തതിയാകുന്നു, അഥവാ അറിവിൻ്റെ സന്തതിയാകുന്നു എന്ന്. ഇന്ന് ഈ ഭാരതത്തിലും ഹിന്ദുക്കളിൽ എത്ര പേര് ഇത് പറയുന്നുണ്ട് എന്നെനിക്കറിയില്ല. തൻ്റെ കുഞ്ഞ് ജനിച്ച് വീണ കുഞ്ഞിൻ്റെ ചെവിയിൽ മകനെ മകളെ നീ അറിവിൻ്റെ സന്തതിയാകുന്നു. ഇത് നല്ല വാക്കല്ലേ? അതാണ് വ്യത്യാസം. ഒന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അവിടെ തന്നെ നമുക്ക് 2 വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഒന്ന് അറിവിൻ്റെ സന്തതി, ലേണിംഗ് എന്നൊരു പ്രോസസ്സ് അവിടെ തുടങ്ങുകയാണ്. മറ്റത് നീ ഏകനായിട്ടുള്ള ഒരു ദൈവം എന്താണ് ആ ദൈവത്തിൻ്റെ അടിമയായി നീ തുടരണം. അപ്പോൾ ഒരു മുസൽമാനാവണമെങ്കിൽ യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടി അശ്വദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. വ അശ്വദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, എൻ്റെ ഏക ഇലാഹ് അള്ളാഹു ആകുന്നു. എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഞാനത് ഉച്ചരിക്കുന്നു എന്ന് പറയലാണ് ഒരു മുസൽമാനാവുന്നതിൻ്റെ യഥാർത്ഥ പ്രോസസ്സ്. അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ആവുന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആവുന്നത് ജനിച്ച് ആ കുട്ടി മാമോദീസ മുക്കപ്പെടുമ്പോൾ മാത്രമാണ്. ജന്മം കൊണ്ട് മുസൽമാനാവുന്നില്ല. ജന്മം കൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാകുന്നത് ഹിന്ദു മാത്രമേ ഉള്ളൂ. അറിവിൻ്റെ സന്തതിയായി ജീവിക്കുക എന്നുള്ളത്, ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൻ്റെ സന്തതിയായി ജീവിക്കുക, ഇതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷെ അതാണ് സത്യം. വായിച്ചറിഞ്ഞ് നീ ജീവിക്കുക, ചിന്തിക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റിടത്തൊന്നും ആ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടികൾക്ക് മതമുണ്ടാവാറില്ല, അതിൻ്റെ ചുറ്റുപാടും മതമുണ്ടാവാറില്ല. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മതം അവനെ ഇങ്ങനെ പതിയെ പതിയെ ഈ ചരട് കൊണ്ട് കെട്ടി 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 മുറുക്കും. മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്തതാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. അത് കുറച്ചും കൂടി ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ കൊണ്ടുപോകുന്നു. അവർ ചില പതുക്കെയാണ് വരുന്നത്. ഈ മറ്റേതങ്ങനെയല്ല, കുറച്ചും കൂടി റിജിഡായിട്ട്, എന്താ പറയുക, അതിന് സ്ട്രോങ് ആയിട്ട് ദിനം പ്രതി. കാരണം എന്തിനും നമ്മൾ ദൈവത്തെ വിളിക്കണം, ഏകനായിട്ട് ഇലാഹ്. അങ്ങനെ നമ്മൾ പതിയെ വളർന്ന് വരുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ നമ്മുടെ മത ചുറ്റുപാടുകൾ നമ്മളെ ആ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കോൺക്രീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. മതപരമായ കോൺക്രീറ്റിംഗ്. അത് സാധാരണ വെറും ഒരു കോൺക്രീറ്റിംഗ് അല്ല, വളരെ ആഴത്തിൽ കുഴി കുഴിച്ച് പാറക്കെട്ടിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമ്മുടെ പൈലിംഗ് ഒക്കെ നടത്തി കെട്ടിപ്പൊക്കുന്നത് മാതിരിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പതിയെ പതിയെ സ്ട്രോങ് ആക്കി എടുക്കുന്ന ഒരു കെട്ടിപ്പടുക്കലാണ് ഇസ്ലാമിൻ്റെ രീതി. ആ വീട്ടിൽ എല്ലാവരും വൈകുന്നേരം നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാകും. സ്ത്രീകളാണെങ്കിൽ ഉമ്മ 5 നേരവും നിസ്കരിക്കുന്ന സ്ത്രീയായിരുന്നു എൻ്റെ ഉമ്മ. പിതാവിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. എൻ്റെ പിതാവാണെങ്കിൽ ഏറ്റവും രസകരമായ സംഭവം, മീനങ്ങാടി ടൗൺ
വയനാട്ടിലെ മീനങ്ങാടി ടൗൺ അന്ന് വലിയ ടൗണാണ്. വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പിന്നെ 3 കടകളുള്ള ടൗൺ. 2-3 കടകളാണ് അന്ന് ടൗൺഷിപ്പ് എന്ന്. കടകൾ ഉണ്ടാവില്ല, കടകളില്ല. പക്ഷേ ഞായറാഴ്ച ചന്തയുള്ള ഒരു വയനാട്ടിലെ ഏറ്റവും വലിയ ചന്തയുള്ള ഇടമാണ് ഞാൻ ജനിച്ചത്. ആ ടൗണിൻ്റെ ഓരം ചേർന്നാണ് എൻ്റെ തറവാട്. റോഡിനോട് ചേർന്ന് റോഡിൽ നിന്ന് 20-30 അടിയാണ് വീട്ടിലോട്ടുള്ള അകലം. ഉമ്മാരത്ത് എന്നാണ് അവിടെ എല്ലാവരും എൻ്റെ വീടിനറിയുന്നത്. വീടിൻ്റെ വെളുത്തേടത്ത് എന്നുള്ള വീട്ടുപേര് ആർക്കും അറിയില്ല. പക്ഷേ ഉമ്മാരത്ത് അബൂബക്കർ സാഹിബിൻ്റെ വീട് എന്നാണ് പറയുക. ചിലർ അബൂബക്കർ മുതലാളി എന്നും വിളിക്കും. ആ ഉമ്മാരത്ത് എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ, അന്ന് അവിടെ ലോഡ്ജോ കാര്യങ്ങളില്ല. മിക്കവാറും ആളുകൾ കാളവണ്ടിയിലുള്ള യാത്രയാണ്. അപ്പോൾ ഈ ഉമ്മാരത്തിനോട് ചേർന്ന് കളമുണ്ട്, കാപ്പി ഉളക്കുന്ന കളമുണ്ട്, നെല്ലൊക്കെ ഉളക്കുന്ന കളമുണ്ട്. മാത്രമല്ല ഉമ്മാരത്ത് വഴിപോക്കർക്ക് ഈ ഉമ്മാരത്ത് വന്ന് റെസ്റ്റ് എടുക്കാനുള്ള, കിടന്ന് ഒന്ന് രാത്രി മയങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. ധാരാളം പേര് അന്ന് അവിടെ വന്ന് താമസിച്ചു പോകുന്നു. അങ്ങനെ അവരുടെ ഉമ്മാരമായിരിക്കാം ഉമ്മാരത്ത് എന്നുള്ള പേര് എൻ്റെ വീട്ടിന് വന്നത്. ആ വീട്ടിലാണ് ഞാൻ ജനിച്ചത്, ഉമ്മാരത്തെ വീട്ടിൽ. എൻ്റെ പിതാവിന് 3 ഭാര്യമാരിൽ 16 മക്കളാണ്. ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ഉമ്മയെ വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയുള്ള വലിയ താത്ത എന്ന് പറയുന്ന എൻ്റെ മൂത്ത പെങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ പെങ്ങളോട് എനിക്ക് കുറച്ച് കടപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ചിന്താഗതിയെ മാറ്റിമറിച്ചത് എൻ്റെ മൂത്ത പെങ്ങളാണ്. കാരണം ആ മൂത്ത പെങ്ങളുടെ വീട്ടിൽ അന്നത്തെ കാലത്ത് എൻ്റെ കുഞ്ഞുനാളിൽ ബാലരമയും അതേപോലെ തന്നെ അമ്പിളി അമ്മാവനും ചിത്രകഥകളുമെല്ലാം വാങ്ങിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പം അതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല. അത്രയും കാലം മുമ്പ് അവിടുത്തെ കുട്ടികൾക്ക് ഈ പറയുന്ന എനിക്ക് ഒരു പുസ്തകം കിട്ടില്ല, ഒരു ചിത്രകഥ വാങ്ങിക്കാൻ അന്ന് നമുക്ക് സാധ്യമല്ല. ആ പണം തരില്ല വീട്ടിൽ നിന്ന്. അതേസമയത്ത് എൻ്റെ പെങ്ങളെ വീട്ടിൽ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ എപ്പോഴും പോയി വായിക്കാൻ പറ്റില്ല. അപ്പം 2-3 ആഴ്ച കൂടുമ്പം പോകുമ്പോൾ അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് ഒറ്റ ഇരിപ്പിന് ഈ കഥകളൊക്കെ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു പക്ഷേ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പതിയെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് ഈ പുരാണങ്ങളൊക്കെ ചിത്രകഥയിൽ എപ്പോഴും ഉണ്ടാവും. കൃഷ്ണനും കുചേലനും ഒക്കെ ഉണ്ടാവുന്ന ഈ ചിത്രകഥകളാണ് അന്ന് കൂടുതലുള്ളത്. അതല്ലെങ്കിൽ അത്തരം ഈ നന്മയുടെ അംശങ്ങൾ കൂടുതലുള്ള ധർമ്മകഥകൾ, ധർമ്മത്തിൻ്റെ ഭാഗത്ത് ഉള്ള കഥകൾ. അപ്പം മറ്റൊന്നും വരയ്ക്കാൻ പാടില്ല. കാരണം ഈ ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ട്, ഇസ്ലാമിൻ്റെ ചരിത്രം ചിത്രം വരച്ചിട്ടൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അത്രമാതിരി പുരാണങ്ങളൊന്നും ഇല്ലാതാണ്. അപ്പോൾ പുരാണങ്ങളുള്ളത് ഹൈന്ദവൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രകഥകളിലും മറ്റൊക്കെ ഹൈന്ദവൻ്റെ കഥകളാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ കുഞ്ഞുനാളിലെ കുറച്ച് നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം, അപ്പം ആ സമയത്ത് എനിക്ക് ഒരു വളരെ ചെറിയ ഓർമ്മയുള്ളൂ പിതാവിനെ കുറിച്ച്. 4 വയസ്സിൽ എൻ്റെ പിതാവ് മരി. 4 വയസ്സല്ല, 4-നും 5-നും ഇടയ്ക്കുള്ള സമയത്താണ്. നല്ല ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല അന്ന് മരിക്കുമ്പോൾ. ഞാനും രോഗിയായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു എൻ്റെ പിതാവ് മരിക്കുമ്പോൾ. എൻ്റെ പിതാവ് ക്യാൻസർ വന്ന് മരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ. എന്നെ സ്കൂളിൽ വിട്ട ചെറിയൊരു ഓർമ്മയുള്ളൂ. 4 വയസ്സിൽ എന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മീനങ്ങാടിയിലെ ആ ടൗൺഷിപ്പിൽ അന്ന് 5 ഏക്കർ സ്ഥലമാണ് ഈ പള്ളിക്ക്, മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം കൊടുത്തത്. അതേപോലെ ഒരു 5 ഏക്കർ ഈ ഖബർസ്ഥാനായിട്ട് പിതാവ് കൊടുത്തു. അങ്ങനെ ഇന്നും മീനങ്ങാടിയിലെ പള്ളിയുടെ മുതൽ എന്ന് പറഞ്ഞ 5 ഏക്കർ സ്ഥലം എൻ്റെ പിതാവ് കൊടുത്തു. ഇന്ന് അവിടെ അന്തി ഉറങ്ങുന്നവർ ഒക്കെ തന്നെയും എൻ്റെ പിതാവ് കൊടുത്ത സ്ഥലത്ത്. അപ്പം പള്ളി ഉണ്ടാക്കിയതും ആ പള്ളിയെ അന്ന് സംരക്ഷിച്ചതും വളർത്തിയതൊക്കെ എൻ്റെ പിതാവ് തന്നെ. അങ്ങനെ ആളുടെ മകനായിട്ട് 16 മക്കളിൽ ഒരുവനായിട്ട് ഞാൻ ജനിക്കുക. ഏറ്റവും ഇളയനല്ല, ഇളവൻ്റെ തൊട്ട് മുകളിൽ ആണായിട്ട് എൻ്റെ താഴെ ഒരാളാണുള്ളത്. അതെൻ്റെ 2ാം അമ്മയിലെ ഒരുത്തരാണ്. എൻ്റെ അമ്മയിലെ ഏറ്റവും അവസാനത്തെ ആൺ സന്തതിയാണ് ഞാൻ. എനിക്കൊരു
പിന്നീട് ഒരു അനുജത്തിയാണുള്ളത്. അപ്പോൾ വലിയ കുടുംബം. ആ വലിയ കുടുംബത്തിൽ 2 കുടുംബമായിട്ട് അത് പിതാവ് മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ 2 വീടായി മാറിയിരുന്നു. എൻ്റെ വീട് ടൗണിലുള്ള വീടും ഇളയമ്മയുടെ വീട് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീടുമായിട്ട് മാറിയിരുന്നു. രണ്ടും രണ്ടായിട്ടാണ് വളരുന്നത്. അപ്പോൾ പിതാവ് മരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ മദ്രസ ജീവിതത്തിലേക്ക് പോകണമല്ലോ. മദ്രസ ജീവിതമാണ് വലിയ ഒരു ജീവിതം. ഈ മദ്രസയിൽ പോയി തുടങ്ങിയതിന് ശേഷം ഉള്ള കഥകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തെ സ്വാധീനം. മദ്രസ പഠനം അല്ല, മദ്രസ പീഡനമാണ് ഞാൻ അനുഭവിച്ചത്. ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നതിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ ചെല്ലുന്ന നമ്മുടെ മുമ്പിലെത്തുന്ന അധ്യാപകനാണ് എന്ന് വേണം പറയാം. അപ്പോൾ രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് മദ്രസ ടൈം. ഒരാൾ ഇവിടെ കിടന്ന് ഭയങ്കര കൂർക്കം വലിയാണ്, എൻ്റെ ഡോഗ്, അതാണ് കൂർക്കം വലി കേൾക്കാം. എന്തായാലും ഈ രാവിലെ 7 മണിക്ക്, അന്നൊക്കെ തന്നെ ഒട്ടും തണുപ്പാണ് വയനാട്ടിൽ. തലേന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ഇലകളൊക്കെ കൂട്ടിയിട്ട് ചുള്ളിക്കമ്പൊക്കെ കൂട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ ദേഹം ഒന്ന് ചൂടാക്കാൻ, അങ്ങനെ ദേഹം ഒന്ന് ചൂടാക്കിയിട്ട് ചുറ്റും നിൽക്കും, തീ കൂട്ടിയിട്ട് ചുറ്റും നിൽക്കും. അപ്പം അന്ന് കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, മൂത്തോറൻ. ജോലിക്കാരെന്ന് പറഞ്ഞില്ല, വീട്ടിലൊരു അംഗമായിട്ടാണ്. കോഴിക്കോട് നിന്ന് നാട് വിട്ട് വന്ന ഒരു കുട്ടിയായിട്ടുള്ള ചെറുമൻകുട്ടി എൻ്റെ പിതാവിൻ്റെ കൂടെ വളർന്നു ആ വീട്ടിലെ ഒരംഗമായിട്ട്. മൂത്തോറൻ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ചരിത്രമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ അദ്ദേഹം മാഞ്ഞു പോവുകയാണ് ചെയ്തത്, മരിച്ചു പോവുകയല്ല ചെയ്തത്, മാഞ്ഞു പോയത്. അത് പിന്നീട് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ മൂത്തോറനുണ്ടാകും ഈ തീ. അപ്പോൾ തീ ഇങ്ങനെ ഇട്ടിട്ട് ചുറ്റും നിന്നിട്ട് മൂത്തോറൻ എന്ന് പറയും, തീ കാഞ്ഞ മേക്കായും, മേക്കാഞ്ഞ അസ്ഥികായും, അസ്ഥികാഞ്ഞ ബുദ്ധികായും, ബുദ്ധികാഞ്ഞ ചത്തുപോകും. ഇങ്ങനെ. അപ്പോൾ അന്ന് ആ തണുപ്പത്ത് ചൂടാക്കിയിട്ട് രാവിലെ മദ്രസയിൽ പോകണം. 9 മണി വരെ മദ്രസ കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ട് 10 മണിക്ക് സ്കൂളിലെത്തണം. സ്കൂളാണെങ്കിൽ കുറച്ച് ദൂരെയാണ്. അന്ന് ടാറിട്ട റോഡൊന്നുമില്ല, ചെളിയുള്ള റോഡാണ്. മഴക്കാലത്തൊന്നും പോകാനേ പറ്റില്ല. ഒരു മൺറോഡൊക്കെ അവിടേക്ക് ഓടണം. അപ്പം ഇതൊരു ദുരിതമാണ്. രാവിലെ 7 മണിക്ക് കൊടും തണുപ്പത്ത് പോയി മദ്രസയിലിരിക്കുക 9 മണി വരെ. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഒരു സംഗതി ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. മദ്രസയിൽ യൂത്ത് എന്നെ പഠിപ്പിക്കാൻ എനിക്ക് യൂത്ത് എൻ്റെ മനസ്സിലേക്ക് കയറിയില്ല. ഇന്ന് എന്നോട് മന്ത്രം പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. എനിക്ക് ബൈഹാർട്ട് പഠിക്കുന്ന ഇഷ്ടമല്ല. ഒരു കാര്യം അത് മനസ്സിലാക്കുക എന്നുള്ള കവിഞ്ഞ് അത് അങ്ങനെ തന്നെ ഈ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. ചെറുപ്പത്തിലുള്ള ഇപ്പോഴും ഇല്ല. എന്തിനെ കുറിച്ചാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംക്ഷിപ്ത രൂപം ഉള്ളിലേക്ക് എടുക്കുക. എന്താണോ ആ ഗ്രന്ഥത്തിൽ എഴുതിയ, അല്ലെങ്കിൽ മന്ത്രമാണെങ്കിൽ ഖുറാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ മദ്രസയിൽ ആദ്യമേ പീഡനങ്ങളാണ് എനിക്ക് ഇത് ആകെ ഞാൻ പഠിച്ചിട്ടുള്ളത്, ബൈഹാർട്ട് പഠിച്ചിട്ടുള്ളത് ഫാത്തിഹ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എൻ്റെ മനസ്സിലേക്ക് കയറില്ല. അതുകൊണ്ട് ആദ്യം കുരുന്നായിരിക്കുമ്പോൾ തന്നെ ഈ ഉസ്താദിൻ്റെ തുടയ്ക്കുള്ള ഈ കൈക്കുള്ള നുള്ള് കിട്ടി അടിയും കിട്ടിയിട്ടാണ് ഇതിൽ പോകുന്നത്. പണ്ടാരടങ്ങി ഇത് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പം ചെറിയ ക്ലാസ്സിൽ തന്നെ ഈ ഉപദ്രവങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് ഒന്ന് പടച്ചോനെ പേടിച്ച് നിൽക്കുകയും വേണം. പടച്ചോന് നരകത്തിലിടും. അതൊക്കെ നമുക്ക് ആദ്യമേ കിട്ടും. ഈ തെറ്റ് ചെയ്താൽ പടച്ചോൻ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയിട്ട് പൊരിക്കും. അന്ന് ഈ ഞായറാഴ്ച ചന്തയിൽ ഇതും ഉണ്ടാവും, ഈ സ്വർഗം നരകത്തിൻ്റെ ചിത്രമൊക്കെ ഉണ്ടാകുന്നത് കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വറവ് ചട്ടിയിലിട്ടിട്ട് മനുഷ്യനെ കത്തിക്കുന്നത്, വാളുകൊണ്ട് അറക്കുന്നത്, ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പം ദൈവത്തെ
ഭയങ്കര ഭയമാണ്. അള്ളാഹിനെ പേടിച്ചിട്ടാണ് പിന്നെ ഈ മദ്രസയിൽ നിൽക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ് ചേർത്ത് 5ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും തന്നെ മടുത്തിട്ടുണ്ട്. അത്രയും ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു മദ്രസയിൽ. എന്നാൽ അത് ആസ്വദിക്കുന്ന കുട്ടികൾ വേറെ ഉണ്ടാവും, എനിക്കറിയില്ല. അവർ ബൈഹാർട്ട് പഠിക്കും, എനിക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അത് സ്കൂളിലും അങ്ങനെ എഴുതുകയാണ്. സ്കൂളിൽ ഈ കവിത മുഴുവനും ബൈഹാർട്ട് പഠിക്കുക എന്നറിയില്ല. അപ്പം ഭാസ്കർ മാഷ് മലയാളം പഠിക്കുന്ന ഭാസ്കർ മാഷ്, അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളത്. ഭാസ്കർ മാഷ് പറയും, നാളെ 18 വരി പഠിച്ചുകൊണ്ട് വരണം. എന്നെ കൊണ്ട് എനിക്കറിയാം 18 വരി ഇനി ബൈഹാർട്ട് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. എനിക്ക് ഏത് പാട്ട് കിട്ടിയാലും പല്ലവി പാടും, അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇതേപോലെ 18 വരി പിറ്റേന്ന് രാവിലെ. അപ്പം എനിക്കൊരു തട്ടിപ്പുണ്ട്, അന്ന് ഇന്നും വലിയ ഒരു തട്ടിപ്പാണ്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചൊല്ലൂ എന്ന് പറയും മാഷ്. അപ്പോൾ എന്നായിട്ട് തോളത്തോതു കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുന്നു. മറ്റൊരു വണ്ടിക്കള മനുഷ്യകരം പൂണ്ടിട്ടറ്റത്ത് കൂടി കൂടി ഇരിപ്പു വണ്ടി കയ്യിൽ. ബാക്കി അറിയില്ല സാർ, എന്താണ് പറയാ, ബാക്കി അറിയില്ല സാർ. അപ്പൊ ഈ ഈണത്തിൽ ചൊല്ലുന്നത് കൊണ്ട് മാഷങ്ങ് ക്ഷമിക്കും. അപ്പൊ ഞാൻ പഠിച്ച കാലത്ത് ഒരു കവിതയും മുഴുവനായിട്ട് ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടില്ല. ഇതേപോലെ 5 or 8 വരി ഈണത്തിൽ ചൊല്ലും, അത് കഴിഞ്ഞ് അതങ്ങ് വിടും. ഇത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഇത് മദ്രസയിൽ ഇത് തന്നെയാണ്. തല്ലുകൊണ്ട് അടികൊണ്ട് വഴക്ക് കേട്ട് മടുത്ത് അങ്ങനെ ഒരു കൊല്ലം അങ്ങനെ പൂർത്തിയാക്കി. ഇതിൻ്റെ ഇടയിൽ പറയാവുന്ന വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളാമയുടെ വീട്ടിൽ പോകും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ അച്ഛൻ മരിച്ചതോടുകൂടി മൂത്ത ജ്യേഷ്ഠനാണ് കാര്യങ്ങൾ നോക്കുന്നത്. മൂത്ത ജ്യേഷ്ഠൻ അത്യാവശ്യം നല്ല തെമ്മാടിത്തരമുള്ള ഒരാളായിരുന്നു. എല്ലാ തെമ്മാടിത്തരം ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയത്. നാഥനില്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് പിതാവ് പോയപ്പോൾ ആകെ 4 മുറി കട. പിതാവ് മരിക്കാൻ ക്യാൻസർ വന്നപ്പം ഈ ജ്യേഷ്ഠൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തോട്ടങ്ങളൊക്കെ വിറ്റ് മീനങ്ങാട് ടൗണിൽ 4 8 മുറി ഞങ്ങൾക്കും 4 8 മുറി അവർക്കും 2 കൂടി 2 ഭാഗമായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ ആ 8 മുറിയാണ് അന്ന്. 8 മുറിയുടെ വാടക മാത്രമാണ് അന്ന് വരുമാനമുള്ളത്. പിന്നെ കാപ്പിയുടെ വരുമാനം, ഓറഞ്ച് ഉണ്ടായിരുന്നു പറമ്പിൽ മുഴുവൻ, ഓറഞ്ചിൻ്റെ വരുമാനം, ഇതാണ് ഉണ്ടത്. പക്ഷേ ഈ വരുമാനമൊന്നും വീട്ടിലേക്ക് എത്തില്ലായിരുന്നു. വീട്ടിലെ കാര്യം വലിയ കഷ്ടമായിരുന്നു. ജ്യേഷ്ഠൻ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അത് കാരണം വീട്ടിൽ ഒരു എന്താ പറയുന്നത് സന്തോഷമില്ലാത്ത കാരണം ചിലപ്പം നമ്മൾ ഇളയമെടുത്ത് പോകും. അവിടെ ചെന്ന് അവിടെ പശുക്കളുണ്ട്, അതുകൊണ്ട് പാല് കാണുന്നത് അവിടെ നിന്നാണ്. ചിലപ്പോൾ ഒരു ഗ്ലാസ് പാലിടാൻ പറ്റും. അവിടെ നെല്ല് എളാമയുടെ ഷെയറിൽ കുറച്ച് വയലുണ്ടായിരുന്നു. അപ്പോൾ കൊയ്ത്തിന് പോകും. കൊയ്ത്ത് നിന്ന സമയത്ത് പോകും. അത് കാണാൻ ഇഷ്ടമാണ്, ഈ കൊയ്ത്ത് കാണാൻ ഇഷ്ടമാണ്. അതേപോലെ പിന്നെ എളാമയ്ക്കൊരു സ്വഭാവമുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഈ മാല ചൊല്ലും. ഇപ്പോഴും ഇപ്പം അതങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. അന്ന് ഈ ബദർമാല എന്ന് പറയുന്ന കിസ്സകൾ വൈകുന്നേരം ആകുമ്പോൾ ചൊല്ലുന്ന സ്വഭാവമുണ്ട്. അങ്ങനെയാണ് ആ ചെറുപ്പത്തിൽ. അപ്പം അതിലും ഇതേപോലെ തന്നെ വീരകഥകളാണ്, നമ്മുടെ മഹാന്മാരുടെ വീരകഥകളാണ് അവിടെ നിന്നും കേട്ടുക. ഇതൊക്കെ കേട്ട് ഈ മദ്രസിനോട് പതുക്കെ, മദ്രസയിലെ ഒരു ജീവിതം കുറച്ചും കൂടി ദുസ്സഹമാകുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ്. അപ്പോൾ ഈ മദ്രസയിലെ ചില സ്വഭാവങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, അടുത്ത കാലത്തല്ല, 3-4 വർഷം മുമ്പ് എഴുതിയ ഓർമ്മ ഉണ്ടല്ലോ, മദ്രസയിൽ മടിയിലിരുത്തിയിട്ട് പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് പതിയെ ശ്രദ്ധയിൽ വരും. പക്ഷെ നമുക്ക് കുട്ടിയായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അത്ര അറിയില്ല. അപ്പോൾ 1-ാം ക്ലാസ് കഴിഞ്ഞ് 5 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം. അപ്പോൾ നമസ്കാരത്തിൻ്റെ അപ്പോഴും സുന്നത്ത് കഴിഞ്ഞിട്ടില്ല എൻ്റെ. നിസ്കരിക്കണമെങ്കിൽ ഒന്നു എടുക്കണം.
ഒതു എന്താണ് ഒതു എന്നുള്ളത് പഠിപ്പിച്ചു. കൈയും കാലും മുഖവും ചെവിയും മുടിയുമൊക്കെ ജലം തൊട്ട് കഴുകി വൃത്തിയാക്കുന്ന പ്രോസസ്സാണ് ഒതു. പിന്നെ പഠിപ്പിക്കുന്നത് ഒതു മുറിയുന്ന കാര്യങ്ങളാണ്. വയസ്സഞ്ചായിട്ടേ ഉള്ളൂട്ടെ. ഒതു മുറിയുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് പഠിപ്പിച്ചിട്ടാണ് ഏറ്റവും മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ആ പോർഷനാണ്. അതായത് ഒന്ന് കീഴ്വായി പോയാൽ, അധോവായി പോയാൽ ഒതു മുറിയും. മൂത്രം ഒഴിക്കുകയോ കക്കൂസിൽ പോവുകയോ ചെയ്താൽ ഒതു മുറിയും. അടുത്തത് എന്താണ്? ലിംഗത്തിന്റെ മോതിരക്കണ്ണി ഗുദത്തിലോ യോനിയിലോ പ്രവേശിക്കൽ. ലിംഗത്തിന്റെ മോതിരക്കണ്ണി ഗുദത്തിലോ യോനിയിലോ പ്രവേശിക്കൽ എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ പറയുന്നത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അന്ന് യോനി എന്താണെന്നോ ഗുദം എന്താണെന്നോ നമുക്കറിയില്ല. കുട്ടിയല്ലേ, 5 വയസ്സുള്ള കുട്ടിയല്ലേ. സ്വാഭാവികമായിട്ടും ഇതെന്താണ് ലിംഗത്തിൻ്റെ മോതിരക്കണ്ണി യോനിയിലോ ഗുദത്തിലോ പ്രവേശിക്കുന്നത് കൗതുകം ഉണ്ടാവില്ലേ? 5 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവില്ലേ? 5 വയസ്സാകുമ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ. ആ കൗതുകമാണ് പെർവേഷൻ്റെ തുടക്കം. ഒരു മദ്രസ ജീവിതത്തിൻ്റെ പെർവേഷൻ്റെ തുടക്കം അതാണ്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൻ്റെ, ഒരു മനുഷ്യൻ്റെ സാമാന്യബോധത്തെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ സഹജീവികളിൽ സെക്സിനെ അറിയാനുള്ള ത്വര കൂട്ടുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു പദമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്. നമ്മൾ അന്വേഷിക്കും, അവർ പറഞ്ഞു തരും. പെൺകുട്ടിയുടെ മുന്നിലുള്ള ഇന്നതാണ് യോനി, നിന്റെ ഇന്നതാണ് ലിംഗം, ഗുദം ഇന്നതാണെന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ ഇത് അവിടെ പ്രവേശിക്കൽ ആലോചിച്ച് നോക്കൂ. 5 വയസ്സുള്ള കുട്ടിയോട് പറയാൻ ഇത് യോനിയിൽ, നിന്റെ ലിംഗം യോനിയിൽ പ്രവേശിക്കും. മോതിരക്കണ്ണിയും പറഞ്ഞു തരും. അത് അവിടെ പ്രവേശിക്കലാണ് നോമ്പ് മുറിയാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇതൊന്ന് കാണാൻ തോന്നൂലേ? ഇതെങ്ങനെ പ്രവേശിപ്പിക്കാൻ തോന്നൂലേ? അന്നു മുതൽ ഈ കുട്ടി പെർവേഷൻ്റെ ഫസ്റ്റ് ഘട്ടമെത്തി. പതിയെ അത് എങ്ങോട്ടാണ് വളരുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാനിത് ചുരുക്കി ജീവിതത്തിൻ്റെ ഒരുപാട് അംശങ്ങളുടെ ഒരു ചെറിയ ചുരുക്കെഴുത്താണ് ഞാൻ പറയുന്നത്. 5 വയസ്സ് എഴുത്തിയിട്ടുള്ളൂ. ഇനി മുട്ടമുറി കല്യാണമുണ്ട്. മുട്ടമുറി കല്യാണം കൂടി ആകുമ്പോഴാണ് മുസൽമാനായി മാറുള്ളൂ. അതുവരെയും ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ 5 വയസ്സിൽ കിട്ടുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന അറിവ്, എനിക്ക് കിട്ടിയ അറിവ് എത്രയും ക്രൂരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സമൂഹം? ഇപ്പോഴും അത് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കാതെ വയ്യ. അന്ന് പറഞ്ഞ രീതിയിലാണോ ഇന്ന് വേറെ രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ മദ്രസയിൽ എൻ്റെ കുട്ടികളെ ആരും ഞാൻ മദ്രസയിൽ വിട്ടിട്ടില്ല. പുതിയ കുട്ടികളോട് ഞാൻ ചോദിക്കാറുമില്ല. ചോദിക്കുന്നത് നാണക്കേടല്ലേ, നിൻ്റെ ഉസ്താദ് നിന്നെ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോന്ന്. പക്ഷേ ഒതു മുറിയുന്ന കാര്യങ്ങളിൽ ഇന്റർകോഴ്സ് ഉണ്ടോ എന്നുള്ളത് മാത്രം. 5 വയസ്സായാൽ നമസ്കാരം നിർബന്ധമാണ്. ആണോ? 5 വയസ്സായ കുട്ടിക്ക് നമസ്കാരം നിർബന്ധമാണെങ്കിൽ ഒതു നിർബന്ധമാണ്. ഒതു നിർബന്ധമാണെങ്കിൽ ഒതു മുറിയുന്ന കാര്യങ്ങളും നിർബന്ധമാണ്. ഒതുവില്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഒതു മുറിയുന്ന കാര്യങ്ങളിലെ ഈ ലൈംഗിക ബന്ധം ഇന്നും ഈ 5 വയസ്സിലെ കുട്ടി പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ചില സമൂഹം പെർവെർട്ടഡായി പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ പറയുന്ന 5 വയസ്സിൽ കിട്ടുന്ന ലൈംഗിക അറിവാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. അത് പരമാർത്ഥമാണ്. ലോകത്ത് മറ്റേത് മതവിഭാഗം എടുത്താലും അവിടെ ഇത്തരമൊരു അറിവ് 5 വയസ്സുള്ള കുട്ടിക്ക് ലഭിക്കയില്ല.
അത് എൻ്റെ പൂർവ്വമതത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വിഭാഗത്തിലെ കുട്ടിക്കും 5 വയസ്സിൽ ഈ ഒരു പറയുന്ന മോതിരക്കണ്ണി യോനിയിലോ ഗുദത്തിലോ പ്രവേശിക്കൽ, അത് മാത്രമല്ല ഇവിടെ ഉണ്ടാവുന്ന മറ്റൊന്ന് ഈ പറയുന്ന ആനസിലേക്ക് ഇത് പ്രവേശിപ്പിക്കുന്നതും അനുവദനീയമാണ് എന്നുള്ള ഒരു തത്വം കുട്ടിയിലേക്ക് എത്തുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോർഗ്രൗണ്ട് പ്ലേ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് പ്ലേയും ഉണ്ട് എന്നുള്ളത് ഒരു കൊച്ചു കുഞ്ഞിലേക്ക് ആദ്യമായി എത്തുന്നു. എത്ര ക്രൂരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്ത് നമ്മൾ കണ്ടു പല രീതിയിലും കുട്ടികളെ സ്വാധീനിക്കുന്നത്. ഒരു വളരെ ചെറുപ്പത്തിലുള്ള ചോദ്യമാണ്, നിന്റെ കൂട്ടുകാരൻ മതം മാറാൻ വന്നാൽ നീ എന്തു ചെയ്യും? അക്ബറിൻ്റെ സ്കൂളിൽ പാഠപുസ്തകത്തിലുണ്ടായിരുന്നതാണ്. ആരും അതിനെക്കുറിച്ച് ശബ്ദിച്ചില്ല. ഒരാളത് അത് തെറ്റാണെന്ന് ആ സമൂഹം പറഞ്ഞില്ല. അതേപോലെ ഇപ്പോൾ കണ്ടില്ലേ, ഹിന്ദുവിൻ്റെ കടയിലുള്ള സാധനങ്ങളിൽ ഈച്ച, മുസൽമാൻ്റെ കടയിലുള്ളത്, ഇതൊക്കെ സ്കൂളിൻ്റെ പാഠമായിട്ട് ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇതൊക്കെ ഉള്ളതാണ്, ഒന്നും ഇല്ലാത്തതല്ല. അപ്പം ഇത് 5 വയസ്സ് മുതലാണ് ഇത് കേൾക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. ഒരു 5 വയസ്സുള്ള കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ദുരന്തം ഇന്നും മനഃശാസ്ത്രം ഒന്ന് പറയണം. എൻ്റെ ഈ എപ്പിസോഡ് കണ്ടിട്ട് പറയൂ, ചർച്ച ചെയ്യൂ, സമൂഹം ചർച്ച ചെയ്യണം. എനിക്ക് കിട്ടിയ 5 വയസ്സ് കിട്ടിയ അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഈ അറിവിൽ നിന്നാണ് തുടക്കം. ഇത് അംഗീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതിൽ നിന്നാണ് തുടക്കം. ഇതൊരു കൊച്ചു കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? അവർ പരസ്പരം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. കൂട്ടുകാർ ഇതൊന്ന് പ്രയോഗിച്ച് നോക്കാൻ ശ്രമിക്കും. ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ അടിമയായിട്ട് മാറും. നമ്മൾ കാണുന്നില്ലേ മദ്രസ പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോരുന്നത്. ഇപ്പം നമ്മൾ പീഡകരെ എപ്പോഴും മോശക്കാരായി ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ ആ പീഡകരെ അങ്ങനെ എത്തിച്ച ഒരു സംസ്കാരമുണ്ട്. അവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവൻ ഇത് അനുഭവിച്ചതാണ്. തലമുറ കൈമാറി വരുന്ന ഒരു സംഗതിയാണ്. ആ തലമുറ കൈമാറി വരുന്ന സംഗതി ഈ ആധുനിക കാലത്തും ആവർത്തിക്കപ്പെടുന്നു. പോക്സോ കേസുകൾ പെരുകുന്നു. കുട്ടികളെ യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചാൽ പോരെ. ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഒതു മുറിയുന്നില്ല ആർത്തവം. 5-6 വയസ്സുള്ള കുട്ടിക്ക് എന്താ ആർത്തവം? അതെന്താ ഉസ്താദ് എന്ന് ചോദിക്കില്ലേ? ഇതിപ്പോൾ ഞാനിത് പറയുമ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുക, ഈ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുടെ, തെറിവിളികളുടെ, സംസ്കാരശൂന്യതയുടെ കുറേ അംശങ്ങൾ കാണാൻ കഴിയും. പക്ഷേ അതിനൊന്നും യാഥാർത്ഥ്യത്തെ, സത്യത്തെ മൂടിവെക്കാൻ കഴിയുന്നില്ല. അലി അക്ബർ അനുഭവിച്ച ദുഃഖത്തെ മൂടിവെക്കാൻ കഴിയില്ല. ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത 100 കാര്യങ്ങളുണ്ട് എന്നെ പോലെ വ്യക്തികളിൽ. മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല. ആധുനിക സമൂഹം എൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ തന്നെ ചിന്തിച്ചു തുടങ്ങും. ഇനി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ ചാനൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തുടരാം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അലിയിൽ നിന്ന് രാമനിലേക്ക് വീണ്ടും കാണണം, കണ്ടുകൊണ്ടേയിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ സമയം കിട്ടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും.